മീഷോ പാർട്ട് 6 ആണ്. ഈ ഒരു പാർട്ടിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സുകളുടെ പാർട്ട് 1 ആണ് ഈ പാർട്ട് 6 എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഈ ഡൗട്ട്സുകളെല്ലാം തന്നെ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതിനായിട്ട് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുവരാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു സ്വീറ്റീസ് വേൾഡ്. ഈ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ മീഷോ ടൈപ്പ് വീഡിയോസ് ഉണ്ടായിരിക്കും, മ്യൂസിക് വീഡിയോസ് ഉണ്ടായിരിക്കും, ട്രാവൽ വീഡിയോസ്, വ്ളോഗ്സ്, കുക്കിംഗ്, ക്രാഫ്റ്റിംഗ്, അങ്ങനെ എല്ലാ ആർട്ട് വീഡിയോസ്, അങ്ങനെ എല്ലാ വീഡിയോസും ഇതിലുണ്ടായിരിക്കും. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു ഡയറിയിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള QA ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ. അപ്പം 1-2 ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഡൗട്ട് നോക്കാം. ഫസ്റ്റത്തെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്തേക്ക് ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. ക്യാപ്ച തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ക്യാപ്ച തെറ്റ് എന്നല്ല, നമ്മൾ അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തോ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് തിരുത്തിയതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇത് ഞാൻ ഈ ഭാഗത്തായിട്ട് കൊടുക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡൗട്ട് തന്നെയല്ലേ എന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതാണ് ഈ ഒരു ഡൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ക്യാപ്ച ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ഒട്ടുമിക്ക ആൾക്കാർ എൻ്റെ അടുത്ത് വരാറ്. അതല്ല ഇഷ്യൂ. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്നും മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ട്, അത് റെഡി ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൻ കാർഡിൽ എന്താണോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ഇപ്പം MA എന്നായിരിക്കും ഒരാൾ ഇനീഷ്യൽ എന്ന് വെക്കുക. അപ്പം MA ആയിട്ടുണ്ടെങ്കിൽ MA എന്നുള്ളത് ചിലപ്പം M കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടായിരിക്കും A ഉണ്ടാവുക. സോ ആ M സ്പേസ് A അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസിൽ നമ്മുടെ ആ ഒരു മീഷോൻ്റെ പേജിൽ നമ്മൾ അടിച്ചു കൊടുക്കാം. സ്പേസ് ഉള്ള സ്ഥലത്ത് സ്പേസ് കൊടുക്കുക, ക്യാപിറ്റലായിട്ട് സ്ഥലത്ത് ക്യാപിറ്റൽ കൊടുക്കുക. ഇപ്പം ഫുൾ നെയിം ഉള്ള ചിലർ പറയും എൻ്റെ പേര് ഐഷ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ബട്ട് ഐഷ MA എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഷ M സ്പേസ് A എന്ന് തന്നെ അടിച്ചു കൊടുക്കണം. എന്നാലാണ് ഈ ഒരു ഇഷ്യൂ സോൾവ് ആവുള്ളൂ. കറക്റ്റ് എന്താണോ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഇത് വരുള്ളൂ. അതിനുശേഷം ക്യാപ്ഷൻ ഒന്നും കൂടി അടിച്ചു കൊടുത്ത് സേവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആവുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാൻ കാർഡ് സ്വന്തമായിട്ട് വേണോ? അതായത് ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്താൽ പാൻ കാർഡ് നമ്പർ കൊടുത്താൽ മതിയോ? എനിക്ക് പാൻ കാർഡ് സ്വന്തമായിട്ടില്ല, ബട്ട് എൻ്റെ ഹസ്ബൻഡിനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾക്കുണ്ട്, ആ ആളുടെ ഞാൻ കൊടുത്താൽ മതിയോ, എന്നിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നാണ് പലരും ചോദിക്കുന്ന വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്. പാൻ കാർഡ് ഡീറ്റെയിൽസ് സ്വന്തമായിട്ടുള്ളവർ സ്വന്തം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. കാരണം നമുക്ക് മറ്റുള്ള പേയ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായിട്ട് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പം ഹസ്ബൻഡിൻ്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ബട്ട് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്. ഇനി ഇതിനപ്പുറം കൂടുതൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ അല്ല. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കായിരിക്കും അത്രയും ബെറ്റർ. അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷോ പാക്കിംഗ് കവർ വേണോ? അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്. മീഷോൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും മീഷോ കവർ എന്ന് പറയുന്നത് അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ബട്ട് ഇപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ തുടങ്ങിയ വഴിക്ക് നമുക്കിപ്പോൾ ഒരു ഓർഡർ, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റോർ തുടങ്ങി 1 വീക്ക് ആയപ്പോഴേക്കും എനിക്ക് ഓർഡർ കിട്ടി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതെന്താണ് ഈ മീഷോ കവർ, അത് വേണോ, അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കൊറിയർ പോവുമോ, എന്താ സംഭവം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു പാക്കേജ് സാധാരണ ഒരു കവർ, അതായത് സാധാ കവറിന് ഉദ്ദേശിച്ചത് നമ്മുടെ പാക്കിംഗ് കൊറിയർ കവർ, അത് തന്നെ എടുത്തിട്ട് അതിൽ നല്ല വൃത്തിക്ക് അഡ്രസ്സ് ഫ്രമും ടൂവും എഴുതിയിട്ട് അയച്ചു കൊടുത്താൽ മതി. കാരണം ഫസ്റ്റ് ടൈമാണ് നമുക്ക് അറിയില്ല എന്നുള്ളതെങ്കിൽ അങ്ങനെ അയച്ചാൽ മതി. ബട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിനി സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഈ മീഷോൻ്റെ കവർ മേടിച്ചിരിക്കണം. ഇവർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ മീഷോ എന്നുള്ളതല്ല, ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും, ഒട്ടുമിക്ക ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും റോങ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ സെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് തെറ്റായിട്ടുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുള്ള പ്രൊഡക്റ്റ് ഒക്കെ കിട്ടാൻ റിട്ടേൺ ഒക്കെ വരാനുള്ള അവസ്ഥകൾ വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് കിട്ടാനും അതുപോലെ തന്നെ
ഇപ്പം ഞാൻ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് അയക്കാന്ന് വിചാരിക്കാം, എനിക്ക് ഓർഡർ കിട്ടിയിട്ട് ഞാൻ ആളുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് അയക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ അയച്ച പ്രൊഡക്റ്റ് തന്നെയല്ലേ അയാളുടെ കയ്യിൽ എത്തുന്നത് എന്നത് ഉറപ്പ് വരുത്താനും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മീഷോ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിലൊരു QR കോഡും ഒരു നമ്പറും ഉണ്ടായിരിക്കും. അപ്പോൾ ആ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ നമ്പറും അതിലുണ്ടായിരിക്കും. ആ നമ്പറും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എവിടുന്നാണ് മേടിക്കുക എന്ന് ചോദിക്കുന്നവരോട് മീഷോൻ്റെ കവറാണല്ലോ, അപ്പോൾ എന്തായാലും മീഷോയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ മീഷോ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഒരു പേജ് നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും മീഷോ കവർ ഷോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. 100 കവറിന് 45 75 അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര കവർ വേണം അത്രയും അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം. 115 ഉണ്ട്, ഏറ്റവും കുറവ് 75 100 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അത്രയും കവേഴ്സ് നമുക്ക് മേടിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേടിക്കാമെന്നുണ്ടെങ്കിൽ അതും മീഷോയിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് എപ്പോൾ കിട്ടും. അതായത് നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് അപ്പം തന്നെ നമുക്ക് കിട്ടുമോ, അതോ 2 ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നതാണ് അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് ആ ഓർഡർ ആളുടെ കയ്യിലെത്തി അയാളത് നോക്കി അയാൾക്ക് ഓക്കെ ആണ്, റിട്ടേൺ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 7 days ആണ് നമുക്ക് റിട്ടേൺ പീരീഡ് വരുന്നത്. ഒട്ടുമിക്ക പ്രൊഡക്ട്സിനും 7 days ആണ് റിട്ടേൺ പീരീഡ് വരുന്നത്. 7 days റിട്ടേൺ പീരീഡ് കഴിഞ്ഞ് അതിനുശേഷം മാത്രമാണ് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇനി പേയ്മെൻറ്റ് കിട്ടുന്നത് ഇപ്പം നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീഷോ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. മീഷോ പ്രൈസ് നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ ബാങ്ക് സെറ്റിൽമെൻറ്റിൽ ചിലപ്പോൾ വന്ന് കിടക്കുന്നത് 90 രൂപയായിരിക്കും. അപ്പോൾ ബാങ്ക് സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ കിടക്കുന്നത് ആ എമൗണ്ട് മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. പലരും പറയാറുണ്ട് മീഷോ പ്രൈസ് ഞാൻ ഇത്ര കൊടുത്തു പക്ഷേ എനിക്ക് കിട്ടിയത് ഇതിന് കുറവാണല്ലോ എന്ന്. കാരണം നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇന്നതാണ് നമ്മുടെ ബാങ്ക് സെറ്റിൽമെൻറ്റ് പ്രൈസ്. അപ്പം ആ ബാങ്ക് സെറ്റിൽമെൻറ്റ് പ്രൈസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മീഷോ പ്രൈസും ഒറിജിനൽ പ്രൈസും നമ്മൾ കൂട്ടി കൊടുത്താൽ മാത്രമാണ് ശരിയാവുള്ളൂ. അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജിനെ പറ്റിയിട്ടാണ്. ഷിപ്പിംഗ് ചാർജ് എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുക? ചിലപ്പോൾ 10 രൂപയുടെ ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു 10 രൂപയുടെ സാധനത്തിന് ചിലപ്പോൾ 50 രൂപയായിരിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരിക. അതുപോലെ തന്നെ 150 രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പം ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുക. കാരണം അത്രയും ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇത്രയും ഹൈ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ല. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഷിപ്പിംഗ് ചാർജ് ഇത്ര വരും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കുറയ്ക്കുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മീഷോ തന്നെ പറയുന്നുണ്ട് അവർ കമ്മീഷനൊന്നും എടുക്കുന്നില്ല. അത് സംഭവം ശരിയാണ്, കമ്മീഷനൊന്നും അവർ എടുക്കുന്നില്ല. പക്ഷേ ഈ ഷിപ്പിംഗ് ചാർജ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഷിപ്പിംഗ് ചാർജിലൂടെയാണ് അവർ അവരുടെ കമ്മീഷൻ എടുക്കുന്നത്. 0% എന്ന് അവർ കാണിച്ചാൽ കൂടി ഷിപ്പിംഗ് ചാർജിലൂടെ അവർ ഈ ഒരു പ്രൈസ് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കാൻ ഇപ്പം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കാൻ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി നോക്കാം. ചിലപ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അത്ര ഹൈ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു മീഡിയം ഒരു ലോ ക്വാളിറ്റി സംഭവം നമുക്ക് പ്രൊഡക്റ്റ് ഇതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും എന്നൊക്കെ ഉള്ളൊരു ഈ ടൈപ്പ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല മനസ്സിലാവും എന്നുള്ളൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നല്ല രീതിയിൽ ക്രോപ്പൊക്കെ ചെയ്ത് നല്ല സൂമൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് പ്രൊഡക്റ്റ് കാണുന്ന രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു 100 150 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയൊക്കെ നടക്കുമെന്ന് അറിയാമല്ലോ, എന്നിട്ട് വേണം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി ക്രോപ്പ് ചെയ്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് സൂം ഔട്ട് ചെയ്തിട്ട് ഒരു നോർമൽ ഒരു പിക്ചർ എന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടു. ജസ്റ്റ് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇത് ഇന്ന പ്രൊഡക്റ്റ് ആണെന്ന് കാണാൻ പറ്റും അങ്ങനെ.
അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ 100 രൂപ എന്നുള്ളത് കുറച്ചും കൂടി കുറഞ്ഞു, ഒരു 90-80 എന്നുള്ള റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ ഒരു 10-20 രൂപയെങ്കിലും നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലാണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും മീഷോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മീഷോ ഡൗട്ടുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.